ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഇഞ്ചി നടുകയാണ്. അപ്പോൾ ഇഞ്ചി നടുന്നത് ഇങ്ങനത്തെ പാത്രങ്ങളിലാണ് കേട്ടോ. നമ്മൾ സോപ്പിൻ്റെ ഒക്കെ ലിക്വിഡ് ഉണ്ടാവുമല്ലോ, അത് ഒഴിയണ പാത്രങ്ങളൊക്കെ നമ്മളല്ലെങ്കിൽ വലിച്ചെറിയും, അല്ലെങ്കിൽ നമ്മൾ വല്ല പഴയതൊക്കെ എടുക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കും, വേസ്റ്റിലിടും എന്നൊക്കെ ചെയ്യാറ്. അപ്പം ഞാനിതാ ഇങ്ങനത്തെ ഒരു ലിക്വിഡിൻ്റെ പാത്രം എടുത്ത് അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കത്തി ചൂടാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറേ ഹോള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനത്തെ സോപ്പും പൊടിൻ്റെ കവറ്, ഇങ്ങനത്തെ പുട്ടും പൊടി, അരിപ്പൊടി, അങ്ങനത്തെ കവറ് എല്ലാം എടുക്കും കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഇഞ്ചി നടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ചകിരിൻ്റെ ഈ തൊപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോൾ അടയാതിരിക്കാൻ വേണ്ടിയിട്ട്, നേരിട്ട് മണ്ണിടുമ്പോൾ ഹോൾ അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചകിരിൻ്റെ തൊപ്പയിൽ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിയിലല്ല കേട്ടോ, പച്ചലയാണിത്. ഞാനിവിടെ പച്ചല കൊടുന്ന് മരം വെട്ടിയപ്പോൾ പച്ചല എടുത്ത് ചാക്കിലാക്കി വെച്ചതായിരുന്നു. അപ്പോൾ പച്ചല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ഇല ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ കുറേ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. ഈ മണ്ണിലാണ് കേട്ടോ ഞാൻ ഇഞ്ചി നടുന്നത്. ഈ ഇലയൊക്കെ വളമായി വരും, പിന്നെ മണ്ണ് കട്ടയാവൂല. അതാണ് കേട്ടോ ഇല ഇട്ട് കൊടുത്താലുള്ള ഗുണം. മണ്ണ് കട്ട പിടിക്കൂല കേട്ടോ. ഈ ഇലയൊക്കെ വളമായി കിട്ടുമല്ലോ നമുക്ക്, മണ്ണിനൊരു ഇളക്കം കിട്ടും, കട്ട പിടിക്കൂല മണ്ണ്. അപ്പം ഞാനിതാ ഇതിലൊരു വലിയൊരു കഷ്ണം ഇഞ്ചി അതിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറേ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇഞ്ചി നമുക്ക് മുളച്ച് വരും. ഒരു ഇഞ്ചി, വലിയൊരു ഇഞ്ചിയെ വെച്ചിട്ടുള്ളൂ കേട്ടോ അതിൽ. പിന്നെ ഈ ചാക്കിലൊക്കെ ഇഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ പറിച്ചെടുത്ത്. അതാണ് ചാക്കൊക്കെ കേടേറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്നാലും ഇതിലൊന്നും കൂടി നട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാനൊരു 3 ഇഞ്ചിയാണ് ഇതിൽ നടാൻ പോകുന്നത് കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് വേണ്ട ഇഞ്ചിയൊക്കെ ഇതിന്ന് കിട്ടും കേട്ടോ. നമുക്ക് വേണ്ടത് ഓരോ കവറും ഓരോ ചാക്കിൽ നിന്നും ഒക്കെ നമുക്ക് പറിച്ചെടുക്കാം. ഇതിനൊന്നും അധികം സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഈ ചാക്കിലും ഞാൻ ഇഞ്ചി നട്ടു കൊടുത്തു. ഇതിലൊക്കെ ഇഞ്ചി നേരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ ഇഞ്ചി ഇല്ലാത്തപ്പോൾ ഇതിനൊക്കെ പറിക്കണതാണ്. ഒരു കവറും കൂടി ഇതിലും ഇഞ്ചി ഉണ്ടായിരുന്നു, അതും ഞാൻ പറിച്ചതാണ്. അപ്പോൾ ഈ കവറിൽ പിന്നെ ഒന്നുകൂടെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഞാനിതാ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഇഞ്ചിയാണ് കേട്ടോ. ഞാനിത് ചാക്കിൽ വെച്ചിട്ട് ഈ ചാക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഞാൻ ഓരോ ഓളുണ്ടാക്കിയിട്ട് അതിലൊക്കെ ഒരു ഇഞ്ചിൻ്റെ വിത്ത് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അതൊക്കെ മുളച്ചിട്ടില്ലേ, നല്ല ഇഞ്ചി ഉഷാറായി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇതിലൊക്കെ ഞാൻ ഇഞ്ചി വെച്ച് കൊടുത്തത്. നല്ല ഉഷാറായി നിൽക്കണുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ കൃഷി. ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം കളയൂല. നമ്മളെ വീട്ടിൽ വരുന്ന എല്ലാ പാത്രങ്ങളും ഞാൻ ഇങ്ങനെ എടുക്കും. എല്ലാവരും നല്ല ഇഞ്ചി ഉണ്ടാവും അതിലൊക്കെ. അപ്പോൾ എൻ്റെ ഇഞ്ചി കൃഷി ഇഷ്ടമായവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഇങ്ങനെ ഓരോ പാത്രമൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇഞ്ചി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.